അറിയില്ല. ഞാനൊന്നാമത് സ്റ്റേജിൽ ബാക്കിലേക്കൊന്നും കാണില്ലല്ലോ, എൻ്റെ തിരക്കും പിന്നെ അത്യാവശ്യം തിരക്കിയാണല്ലോ കൊണ്ടുപോയി. ഔട്ടറിൽ ആ കാണുന്ന സ്ഥലത്താണല്ലോ ഞാൻ കാണുന്നത്. അപ്പോൾ കണ്ടത് നിങ്ങളാണ്. കാരണം ഇവിടെ വൈകിട്ട് തൊട്ട് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അത് ജനം വിലയിരുത്തിയാൽ മതി. ഇല്ല, ഞാനിന്ന് ഒരു തിരുവനന്തപുരത്താൻ തോന്നിയ പണ്ടത്തെ വിപ്ലവമായി മാറുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പറഞ്ഞതിൽപ്പെട്ടാണ് ഇതൊക്കെ ഇതിലുണ്ട്. കേരളത്തിലെ യുവാക്കൾ ഒന്നാമത് വളരെ അപ്സെറ്റാണ്. കാരണം കേരളത്തിൽ നിന്ന് യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഗൗരവമായി അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാദഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെയും മറികടക്കാനാണ് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ യു കെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല. ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ച് അങ്ങോട്ട് പോകുന്നത്. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുക. വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കി. ഇന്നലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠനും മോനും ഇറങ്ങിയിട്ട് ഞാൻ അവരെ അവിടെ കണ്ടപ്പോൾ ഞാൻ അവിടെ വിട്ടു. അവരിപ്പം 14 വർഷമായിട്ട് അവിടെ ഉള്ളവരാണ്. ഇപ്പോൾ 2 മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ. അപ്പോൾ എന്താ പെട്ടെന്ന് വന്നാണ് ഇപ്പോൾ അവർ തമാശി പറഞ്ഞല്ലേ അങ്ങ് പ്രസംഗം കേൾക്കാൻ വന്നത് കാനഡയിൽ നിന്ന് വന്നിട്ട്. അത് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ്. കാരണം ഈ തള്ളിക്കയറ്റം, വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവും. അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടകയ്ക്ക് കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിൻ്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പോൾ കിട്ടാനില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അവിടെയൊക്കെ ഒരു ബാങ്കിൻ്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക. ഇത്ര ശമ്പളം, അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെൻറ്റ്, വീട്ടു ചെലവ് ഇത്ര, അത് ആ പേയ്മെൻറ്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ആ ഇവരുടെ എന്താ പറയുക ബാങ്കിങ് സിസ്റ്റവും പല ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതാണ്. ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക്. പക്ഷേ എന്തായി, വർഗീയവാദി പട്ടം ചാർത്തുന്നു, അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനില്ല. ഇനി ഞാനത് പറഞ്ഞു നടക്കാനില്ല. നമ്മൾ പറയേണ്ടത് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, വെറുതെ വായോണ്ട് പറഞ്ഞല്ല. ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇനി ആ ഭാഗം ഞാനവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഈ പറയുന്ന സെക്യുലറാണ്, എൻ്റെ കുടുംബം പാരമ്പര്യം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ വരാൻ പോയത് വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷേ സമൂഹത്തോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയൊക്കെയായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിലേക്കൊന്നും അങ്ങനെ കൃത്യമായിട്ട് താങ്കൾ കടന്നില്ല. എന്താണെങ്കിലും ഒരു കൃത്യമായൊരു ചിത്രം വന്നിട്ടില്ലേ മനസ്സിൽ? എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞാനോട് പോകുന്നു എന്ന് ജനങ്ങളോട് പറയില്ലല്ലോ പറഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ജനം ഒരു പാർട്ടിയായി തീരുകയാണെങ്കിൽ അതിന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം പബ്ലിക്കിന് നമ്മൾക്ക് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടുന്നു. ഇപ്പോൾ നമ്മളെ സർവേ റിപ്പോർട്ട് എൻ്റെ സർവേ ഇട്ടിരുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ 1.2 മില്യൺ കടന്നിട്ടുണ്ട്. ആ 1.2 മില്യൺ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ എന്തായാലും ഒരു 90% ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത ചോദ്യത്തിന് പോസിറ്റീവായിട്ടും എത്ര ചെയ്തിട്ടുണ്ടാകും. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രത്തോളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയേ. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കിതിലൊരു തിരക്കില്ല. എനിക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ തിരക്കില്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമല്ല, എനിക്കൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടെങ്കിലല്ലേ എനിക്ക് ബേജാറാവേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തടത്തോളം കാലം എന്താ, നിങ്ങളൊക്കെ 10 ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും. അല്ല, ഒരു മിനിറ്റ്, എത്ര ദിവസം നിങ്ങളെ കൂടെ ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ.
ഇപ്പം ഈ രാവിലെ തൊട്ട് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം ഇതിനൊരു റീച്ച് ഉണ്ട്, ആളുകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഇത് കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ്. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, കല്യാണം കഴിക്കുമ്പോൾ അതിന് ചൊല്ലുണ്ട്, രണ്ടാമത്തെ ചൊല്ല് ഇവിടെ പറയാൻ വയ്യ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വാരി പുണർന്ന് നിന്നിട്ട് നിൽക്കുകയാണ്. ഈ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ ഒരു 6 മാസത്തിൽ സ്ഥിതിയുണ്ട്. പിന്നെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ വേറെ സ്ഥിതിയുണ്ട്. ഇനി മൂന്നാമതൊരു കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിൽ അതോടുകൂടി അതെന്താണെന്ന് അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ ഞാനിങ്ങനെ വിഡ്ഢിയായിട്ട് ഇതിന് മുമ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഐ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. എനിക്കതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, നല്ല അസസ്മെൻ്റ് ഉണ്ട്. അതൊന്നും ഇല്ലാതെ വെറുതെ ഇപ്പം ഇതുവരെ പറഞ്ഞാൽ ഞാൻ മലപ്പുറം മാപ്പിളയാണെന്ന്. ഇന്നലെയാണ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചത്. ഈ പറയുന്ന ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് നമ്മുടെ ഈ കാര്യങ്ങൾ. ഒരു അരീന സിസ്റ്ററാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. എൻ്റെ സിസ്റ്റേഴ്സ് മുഴുവൻ പ്രോവിഡൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഇവരൊക്കെ പലരും വിചാരിച്ചിരുന്നത് ഞാനൊരു മലപ്പുറം ഏറനാട് മാപ്പിളയാണ്. നമ്മളെല്ലായിടത്തും ഉണ്ട്. നമ്മൾ മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കന്യാകുമാരിയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ട്. ഇന്നലെ മോഹൻദാസ് പറഞ്ഞല്ലോ, അൻവറിൻ്റെ കുടുംബക്കാരുണ്ട് കുറച്ച് നിലമ്പൂരിൽ, കോൺഗ്രസ് ലീഗൊക്കെ വോട്ട് ചെയ്യും. അൻവറിൻ്റെ കുടുംബക്കാരും അൻവറിൻ്റെ ബന്ധുക്കളും അൻവറിനെ സ്നേഹിക്കുന്ന ഒരു ജനം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. 250 മണ്ഡലത്തിലുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ 5 ആളായിരിക്കും, ചിലപ്പോൾ 10 ആളായിരിക്കും, ചിലപ്പോൾ ഒരാളായിരിക്കും, ചിലപ്പോൾ 100 ആളുണ്ടാവും, ചിലപ്പോൾ 1000 ആളുണ്ടാവും, ചിലപ്പോൾ 5000 ആളുണ്ടാവും. അപ്പം അത് വേറെ, അത് പേഴ്സണൽ റിലേഷൻ്റെ ഭാഗമാണ്. കൺവീനർ പറഞ്ഞ ഇന്നലത്തെ വിശദീകരണം അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, അത് അധികാരം നീണ്ടു നിൽക്കില്ല എന്നൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നടപടിക്ക് വരെ സാധ്യതയുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ധാരാളം ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനം അവരെ എടുക്കാൻ കാരണം? പ്രത്യേകിച്ച് MLA എന്ത് പറയുന്നു എന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. അല്ല, അതിൽ ഒരു കാരണം ഞാൻ പറയാം. ഞാൻ ഒരാളെ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോൺ എസ്പെഷ്യലി ജനങ്ങളോടല്ല കേട്ടോ, എസ്പെഷ്യലി പാർട്ടി ലീഡേഴ്സ്, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഈവൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കും. അതുതന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഒരു അനലൈസേഷൻ നടക്കട്ടെ. ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളും അവരുടെ എന്താ പറയുക, ഇപ്പം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം. ഇപ്പോൾ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, പഞ്ചായത്ത്. അപ്പോൾ അതിന് മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ആലോചനയാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് എൽഡിഎഫിലായിരിക്കും. അത് നിലമ്പൂർ മാത്രമല്ല. ഇനി അത് പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. നിലമ്പൂർ മാത്രമല്ല, അറിയുമ്പോൾ എവിടേക്ക് വരും? പോകും. മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും, ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും, ചിലപ്പോൾ പാലക്കാടും പോകും. മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്കൊക്കെ പോകണോ എന്നുള്ളത് CPM ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി. എൻ്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട LDF കൺവീനർ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? പാർട്ടി പറഞ്ഞതിനനുസരിച്ച്. ഞാൻ പാർട്ടി പറഞ്ഞതനുസരിച്ചതാണല്ലോ. ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര വയലൻ്റ് ആണ്ട് വന്നാൽ എന്താ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന്, കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിങ്ങിൻ്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കുമുണ്ടായ മോശമായ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച, അതിന് കാരണക്കാരായ പോലീസ്, ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഞാൻ സഹിക്കുമോ? പിന്നെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്നെ മതവർഗീയവാദിയാക്കാനുള്ള പരിശ്രമമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്ന വൈകുന്നേരം 2:30 മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം 3:30 തീരുന്നത്. അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം
വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ്. എനിക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, 150 കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരിമാരെ നിങ്ങളെ മുമ്പിൽ കൊടുന്ന് എന്താ പറയുക കാണിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ചെറുപ്പത്തെ എൻ്റെ മുലകുടി ബന്ധം വരെ നമ്മൾക്കിവിടെ പറയേണ്ടി വന്നു. അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ? ഇപ്പം CPM-ൻ്റെ ലീഡർഷിപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കണം. ഇനി ഇത് അതിലപ്പുറത്തേക്ക് കേസും കൂട്ടവും ജയിലിലടക്കം വരട്ടെ, നമുക്ക് നോക്കാം. ശരി, രാഷ്ട്രീയ പാർട്ടി വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് താങ്കളുടെ ഒരു അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.